വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ വാഷ് ബേസ്, ബാത്റൂം, ക്ലോസറ്റൊക്കെ നല്ല അടിപൊളി വെട്ടി തിളങ്ങുന്ന രീതിയിൽ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ, മറന്നുപോലല്ലോ. ഇതുപോലെ കറ പിടിച്ച വാഷ് ബേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല പുതിയതാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രമാണ്. നമുക്കിപ്പോൾ കാലി ഡബ്ബ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ പ്ലേറ്റാണ് എടുത്തത്. ഉപയോഗിക്കാത്ത പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഉപയോഗിക്കുന്ന ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഞാനൊരു 4 സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. ഒരു വാഷ് ബേസ് ചെയ്യാൻ 4 സ്പൂണൊന്നും വേണ്ട. പക്ഷേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ആക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ പൊടിയുപ്പാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കല്ലുപ്പ് യൂസ് ചെയ്യേണ്ട, പൊടിച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ പൊടിയുപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അതും ഞാൻ എടുക്കുന്നുണ്ട് 3 ടീസ്പൂണ് ടേബിൾ സ്പൂണ്. അപ്പോൾ ഇത് ഞാൻ മെല്ലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഡിഷ് വാഷാണ്. ഡിഷ് വാഷ് നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. ഞാനപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. സിമ്പിളാണ് പണി. നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇത് നമുക്ക് ബാത്റൂമിൻ്റെ ടൈല് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ. ബാത്റൂമിൻ്റെ ചുമരിൻ്റെ ടൈലും നിലത്തുള്ള ടൈലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ കണ്ടോ, മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് കുട്ടികൾ കാണാത്ത സ്ഥലത്തൊക്കെ വെക്കണം. കാരണം ഒരുപാട് ഓവറായാലും പിന്നെ ഈ ഡിഷ് വാഷെല്ലാം വയറ്റിലൊന്നും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഈ കളറൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും തിന്നാനുള്ളതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കലക്കാനുള്ളതാണെന്നെല്ലാം വിചാരിച്ചിട്ട് കലക്കി കുടിച്ചാലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾ എത്താത്തടക്കൊക്കെ വെക്കണം. അപ്പോൾ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കിത് കുറച്ച് നേരത്തേക്ക് വേണ്ടിയെങ്കിൽ ടൈലിലോ ബാത്റൂമിൻ്റെ ടൈലിലോ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ വാഷ് ബേസിൽ ഇതുപോലെ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് വിടാം. അപ്പോൾ ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടോ കൈ കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ആവുക കേട്ടോ. നമ്മളിപ്പോൾ ഈ ബ്രഷ് കൊണ്ട് വൃത്തിയാവില്ല എന്നല്ല, ബ്രഷ് കൊണ്ട് വൃത്തിയാവും. ഇത് കുറച്ച് സമയം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് റബ്ബ് ചെയ്യുന്നതാണ് നല്ലത്. വാഷ് ബേസിൽ ചില കറകൾ ബ്ലാക്ക് കളറായിട്ട് ഉണ്ടാവും ഇങ്ങനെ. അതൊക്കെ നമ്മൾ കഴുകുമ്പോൾ നമുക്ക് ഫോഴ്സ് ചെയ്ത് ഉരക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഇത് ആണെങ്കിൽ ഫോഴ്സ് ചെയ്ത് നമ്മൾ അമർത്തി ഉരക്കൊന്നും വേണ്ട. സാധാരണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ അതൊക്കെ ഇളകി വരും, വേഗം തന്നെ വൃത്തിയാവും. ഇനിയിപ്പോൾ കൈക്ക് ഗ്ലൗസോ അല്ല പാക്കറ്റോ കെട്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ ആ ഉപ്പിൻ്റെ ഇതൊക്കെ കൊണ്ട് വേഗം ഒന്ന് വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഉപ്പും ഈ അപ്പക്കാരൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊരു പുതിയൊരു അറിവാണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്ലെയിൻ ആയിട്ട് ഡിഷ് വാഷ് ഇട്ടാൽ ടൈൽ കൂടുതൽ ഭംഗി, അത് തിളക്കം കൂടെ വൃത്തിയാവും കേട്ടോ. നമ്മളിപ്പോൾ ബാത്റൂം ക്ലീനറൊക്കെ ഇട്ടാലും ചിലപ്പോൾ വൃത്തിയാകുന്നില്ലെങ്കിലും നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്താൽ അടിപൊളി വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം കൂടിയാകുമ്പോൾ പെട്ടെന്ന് വൃത്തിയാവും കേട്ടോ. നമുക്ക് അധികം ഫോഴ്സ് ഒന്നും ചെയ്യണം. നമ്മൾ ഒരു 10 മിനിറ്റ് എടുത്ത് ക്ലീൻ ചെയ്തത് ഒരു 5 മിനിറ്റിൽ ക്ലീൻ ചെയ്യാവുകയും ചെയ്യും. നല്ല തിളക്കം വരും. ഒരുവിധം എന്താ പറയണ്ടേ, കട്ടിയായ കറകളും ഒക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ ഈ ഓൾറെഡി എന്താ പറയണ്ടേ ടൈലെല്ലാം കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് കളർ ചേഞ്ച് ഒന്നുള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് പിന്നെ ഇത് ഉപയോഗിച്ചിട്ടും കാര്യമില്ല കണ്ടോ. അടിപൊളിയായിട്ട് ക്ലീനാക്കി ഒരുപാട് വെള്ളം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ അപ്പക്കാരൊക്കെ വീട്ടിലെപ്പോൾ സാധാരണ എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ആക്കിയാൽ മതി. ഞാനിപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇത്രപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. വീണ്ടും ഒരു നല്ല ടിപ്സായിട്ട് വരുന്നവരെ ബായ്.